ദേ കൂട്ടുകാരെ, ഈ നക്ഷത്രങ്ങളെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ആകാശം നിറയെ നക്ഷത്രങ്ങൾ അല്ലേ? ജിമ്മി, നിനക്കറിയോ ഈ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന്? ഏയ് ഇല്ല. നിനക്കറിയാമോ? അതിനെന്താ, എണ്ണി നോക്കിയാ പോരെ. എന്നാ സോനു, നീ ഒന്ന് എണ്ണി നോക്ക്. അതെ. 1 2 3 4 5 6 7 8 എന്റെ സോനുക്കുട്ട. ടോമേ, നീ തന്നെ പറ, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന്. ഇതുവരെ അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല ഫ്രാൻ. അപ്പോ ഇതാണല്ലേ ഉത്തരം കിട്ടാത്ത ചോദ്യം. ദേ, അതെന്താ? കൊള്ളാമല്ലോ. അതെന്തായിരുന്നു? അതാണ് വീഴുന്ന നക്ഷത്രം. വീഴുന്ന നക്ഷത്രോ? നക്ഷത്രങ്ങൾ ഒരു പ്രായം കഴിഞ്ഞാൽ കത്തിത്തീരും. അങ്ങനെ തീരുന്ന നക്ഷത്രങ്ങളെയാണ് വീഴുന്ന നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ലൈറ്റിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ഭൂമിയും ഒരു ദിവസം കത്തിത്തീരുമോ? അതേ ചോട്ടു. ദൈവമേ, എന്താ ഞാൻ കേൾക്കുന്നത്? ചോട്ടു, നീ പേടിക്കണ്ട, അത് പെട്ടെന്നൊന്നും സംഭവിക്കില്ല. എന്നാലും അത് സംഭവിക്കുമല്ലോ. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാവില്ല ചോട്ടു. എന്നാലും ഈ ഭൂമി എത്ര മനോഹരമാണ്. ഇത് അങ്ങനെ കത്തിത്തീരണ്ട. ചോട്ടു, അപ്പോ ടോം പറഞ്ഞല്ലോ ഇപ്പോ അങ്ങനൊന്നും സംഭവിക്കില്ലെന്ന്. നീ പേടിക്കാതെ ചോട്ടു, ഞങ്ങളൊക്കെ ഇല്ലേ. ശരി കൂട്ടുകാരെ, നമുക്കിനി നാളെ കാണാം. ഗുഡ് നൈറ്റ്. സോനുവിന്റെ ഒരു കാര്യം അല്ലേ ഫ്രാൻ? സോനു, നമ്മുടെ ഈ ഭൂമി ഇനിയെങ്ങാനും ഇല്ലാണ്ടാവുമോ? എനിക്കറിയില്ല ചോട്ടു. ആദ്യം നേരം ഒന്ന് വെളുത്തോട്ടെ, എന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ. ഹോ, ഇങ്ങനെ ഒരു സാധനം. ഏ? ദൈവമേ, എന്നെ രക്ഷിക്കണേ. ദൈവമേ, തീ തീ തീ. ഓ, തീ തീ. ദൈവമേ, ഇതെവിടുന്ന? ഇതെന്താ, ഭൂമി കത്തി നശിക്കുവാണോ? സോനു, 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 എന്നെ രക്ഷിക്കണേ സോനു, എനിക്ക് പേടിയാവുന്നു. സോനു, എന്താ എന്താ ചോട്ടു? സ്വപ്നമായിരുന്നോ? എന്തു സ്വപ്നം? സോനു, ഞാനൊരു സ്വപ്നം കണ്ടു. ഭൂമി കത്തി തീർന്നുകൊണ്ടിരിക്കുന്നു. മണ്ടത്തരം പറയാതെ ചോട്ടു, കിടന്നുറങ്ങാൻ നോക്ക്. ടോമേ, ടീനെ, ഞാനിന്നൊരു സ്വപ്നം കണ്ടു. ഭൂമി മൊത്തം തീയായിരുന്നു. ഈ ഭൂമി മൊത്തം. നല്ല സിനിമ സ്റ്റൈൽ സ്വപ്നം. നീ പേടിക്കേണ്ട ചോട്ടു.
സയന്റിസ്റ്റ് അമ്മാവന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമി അവസാനിക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്നാണ്. ഹോ, സമാധാനമായി. നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും വേറെ എത്ര മനോഹരമായ കാര്യങ്ങളുണ്ട് കൂട്ടുകാരെ. അതെ അതെ, ലോകത്തിൽ എവിടെയൊക്കെ എത്ര നല്ല ഭക്ഷണങ്ങളുണ്ട്. അതൊക്കെ എവിടെയാണാവോ? ശരി കൂട്ടുകാരെ, സ്കൂളിൽ പോകാൻ സമയായി. ശരിയാണ്, നമുക്ക് വൈകിട്ട് കാണാം. കൂട്ടുകാരെ, എനിക്ക് അത്യാവശ്യമായി CID ജെയിം ബോണ്ടിനെ കാണണം. ഒരു പ്രധാന കേസ് അന്വേഷണം ചർച്ച ചെയ്യാനുണ്ട്. ഏ ആ ഇനി എന്താ പരിപാടി? നമുക്ക് കളിക്കാം. വാ, എന്നെ ഇവിടെ പിടിക്കേ. എന്നെ ഇങ്ങനെ ഓടിപ്പിക്കല്ലേ. എടാ, ഞാനൊന്ന് ഓടി വരട്ടെ. എന്നെ ആർക്കും പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ പിടിക്കാൻ ഞാൻ. സോനു, നിന്നെ ഞാൻ. പണ്ടൊക്കെ എന്റെ മുന്നിൽ നീ ഒന്നുമല്ലായിരുന്നു. ഇനി എങ്ങനെ പിടിക്കും? ഹായ് കൂട്ടുകാരാ, നിന്റെ വാല് കാണാൻ എന്തു ഭംഗിയാ. ആണോ? അതെ, ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് വീശി കാണിക്കുവോ? പിന്നെന്താ? അമ്മേ, നീതെവിടുന്ന് വന്നു? ദേ കിടക്കുന്നു. ഒരിക്കലും പിടി തരില്ല എന്ന് പറഞ്ഞ സോനുക്കുട്ടൻ. ആ നല്ല രസമായിരുന്നു. അതെ, നല്ല രസം. ലോകം അവസാനിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. വേണമെങ്കിൽ നീയൊന്ന് ശ്രമിച്ചു നോക്കിക്കോ. ലോകം അവസാനിക്കുന്ന പോലെയോ? അതെന്താ? ഏയ്, ഒന്നുമില്ല. ടോം പറയുമായിരുന്നു ഒരു ദിവസം ലോകം അവസാനിക്കുമെന്ന്. ഇനി എന്നെ പിടിച്ചു കാണിച്ച്. ലോകം അവസാനിക്കുമോ? അയ്യോ, അത് കഷ്ടമായല്ലോ. അപ്പോ പിന്നെ ഞാനെന്ത് ചെയ്യും? ഹായ് കോളിൻസ്, എന്തുണ്ട് വിശേഷങ്ങൾ? മൊത്തം പ്രശ്നമാണ് ജൂലി. എന്തു പ്രശ്നം? നീ അറിഞ്ഞോ, ഈ ലോകം അവസാനിക്കാൻ പോകുന്നു. അതെയോ? അതെ, ഞാനും എന്താ ചെയ്യാന്ന് ആലോചിക്കാ ജൂലി. ഇതാരാ കോളിൻസ് നിന്നോട് പറഞ്ഞേ? ഫ്രാൻ, പിന്നെ സോനുവും ചോട്ടുവും ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഇതൊരു മണ്ടത്തരമായിരിക്കും. ഇത് വെച്ചൊരു കളി കളിച്ചാലോ? എന്താ ജൂലി നീ ആലോചിക്കുന്നേ? ഏതാപത്തിലും നമ്മളെ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയും. ആരാ അത് ജൂലി? ജിംബ്രൂട്ടൻ. ജിംബ്രൂട്ടനോ? അതെ, ജിംബ്രൂട്ടൻ ഭയങ്കര ബുദ്ധിശാലിയാ. അദ്ദേഹത്തെ പോയി കണ്ടാ മതി. എവിടെ കാണും ഈ ജിംബ്രൂട്ടൻ? ദേ, ഈ വഴി നേരെ ചെല്ലുന്നത് ജിംബ്രൂട്ടൻ ഇരിക്കുന്ന മരത്തിലേക്കാ. അവിടെ എത്തിയാൽ മതി. പുള്ളിക്കാരൻ കോളിൻസിനെ വിളിച്ചോളും. ജൂലി വരുന്നില്ലേ? ഞാൻ പിന്നെ പോയി കണ്ടോളാം. ആദ്യം കോളിൻസ് ചെല്ല്. മണ്ടൻ, ഞാൻ പറഞ്ഞത് മൊത്തം വിശ്വസിച്ചെന്ന് തോന്നുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ?
റെഡി. ഓ, എത്ര ദൂരം കാണും ഇനി? ഏ? ഉം. ഉം. ഇനി ഇങ്ങേരായിരിക്കുമോ ജോലി പറഞ്ഞ ജിംറൂട്ടൻ? ഗുഡ് മോർണിംഗ് സാർ. നട്ടുച്ചയ്ക്കാണോടോ ഗുഡ് മോർണിംഗ്? ഓഹോ, അപ്പോഴേക്കും ഉച്ചയായോ? ഓക്കെ സാറേ, സാറാണോ ഈ ജിംറൂട്ടൻ? ഈ ജിംബ്രൂട്ടൻ അല്ല, മിസ്റ്റർ ജിംബ്രൂട്ടൻ. BSc, FRC, ABC, SSLC. ഇത്ര വലിയ പേരോ? സാർ കൊള്ളാലോ. അതെന്റെ പേരല്ല, എന്റെ ഡിഗ്രിയാണ്. BSc, FRC, ABC, SSLC. അതും കൊള്ളാം. ഞാൻ കോളിൻസ് 321. 3, 2, 1. അതെന്തുവാ? എൻ്റെ ഡിഗ്രീസ് 3ാം ക്ലാസ് വരെയാണ് ഞാൻ പഠിച്ചത്. ഓ, സാർ, ഈ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. അത് ഏത് നിമിഷവും സംഭവിക്കാം. അയ്യോ, അപ്പോൾ നമ്മൾ എല്ലാവരും ഇല്ലാതാകുമോ? എല്ലാവരും. പക്ഷേ ഞാനും എൻ്റെ കൂട്ടുകാരും മാത്രം രക്ഷപ്പെടും. അതെങ്ങനെ? ഞാൻ വികസിപ്പിച്ചെടുത്തൊരു യന്ത്രം ഞങ്ങളെ സഹായിക്കും. കൊള്ളാലോ സാറേ. എനിക്കും ആ യന്ത്രത്തിൽ വരാമോ? അതിനൊക്കെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. എന്താ അത്? കോളിൻസിന് എനിക്ക് തരാൻ പറ്റിയത് മുട്ടകളാണ്. എങ്കിൽ നിറയെ മുട്ടകൾ കൊണ്ടുവരൂ, ഞാൻ ആലോചിക്കാം. മുട്ടകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് മാഗിയാണ് സാർ. ഞാൻ എങ്കിൽ പിന്നെ മാഗിയും രക്ഷിക്കാം. പക്ഷേ മുട്ട കിട്ടണം. ശരി സാർ, ഞാൻ കൊണ്ടുവരാം. ലാ, 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 ലാ. ശ്ശോ, ഇങ്ങനെയുണ്ടോ മണ്ടന്മാർ? ഈ മണ്ടന്മാർ ഉള്ളത് കൊണ്ട് എന്നെ പോലുള്ളവർ ജീവിച്ചു പോകുന്നു. മാഗി, നിറയെ മുട്ടകൾ വേണം. വേഗം, നമുക്ക് യന്ത്രത്തിൽ പോകണം. മുട്ടയോ? യന്ത്രമോ? കോളിൻസ്, നിനക്ക് വട്ടായോ? ഷോ, എൻ്റെ മാഗി, നമ്മുടെ ലോകം അവസാനിക്കാൻ പോകുന്നു. ജിംറൂട്ടന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. അതിന് അങ്ങേർക്ക് നിറയെ മുട്ട കൊടുക്കണം. ജിംറൂട്ടനോ? അതാരാപ്പാ ഇങ്ങനൊരാൾ? വലിയ പഠിപ്പുള്ള ആളാണ്. BSc, FRC, ABC, പിന്നെ SSLC ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേ? BSc, FRC, ABC, പിന്നെ SSLC. ഇതിലെന്തോ ചതിയുണ്ട്. കോളിൻസിനെ ആരോ പറ്റിച്ചിരിക്കുക. എന്നാ പിന്നെ അതറിഞ്ഞിട്ട് തന്നെ കാര്യം. ഉം, ഉം. കോളിൻസ്, ഞാൻ മുട്ട ശേഖരിക്കട്ടെ. നീ പോയി കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ. അവരെയും രക്ഷപ്പെടുത്തണം. അത് നല്ലതു തന്നെ. ആ, എന്തൊക്കെയുണ്ട് കോളിൻസേ? ടോം, ടീന, ജിമ്മി, വേഗം വാ. നമുക്ക് ജിംറൂട്ടന്റെ യന്ത്രത്തിൽ പോവാം. ജിംറൂട്ടനോ? അതേ ടോം, അറിഞ്ഞില്ലേ? നമ്മുടെ ലോകം അവസാനിക്കാൻ പോവുകയാ. ജിംറൂട്ടൻ മാത്രമാണ് രക്ഷ. നീ എന്തായി പറയുന്നേ? ഫ്രാൻ പറഞ്ഞല്ലോ. പിന്നെ സോനുവും ചോട്ടുവും ഉണ്ടായിരുന്നു. അപ്പോ അതാണ് കാര്യം. ഓഹോ, അതിത്ര പെട്ടെന്ന് പാട്ടായോ? അപ്പോ ഈ ജിംറൂട്ടൻ ആരാണ്? ജിംറൂട്ടൻ ഒരു വലിയ ഗവേഷകനാണ്. ശരി, വാ, നമുക്ക് ജിംറൂട്ടന്റെ അടുത്തേക്ക് പോകാം.
വാ, വേഗം വാ, സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്താം. ആദ്യം വീട്ടിൽ പോയി മാഗിയെ കൂട്ടണം. അവളുടെ അടുത്തല്ലേ മുട്ട ഉള്ളത്. മുട്ടയോ? അതെന്തിനാ? പുഴുങ്ങി തിന്നാനോ? അതെനിക്കറിയില്ല. പക്ഷേ മുട്ട കൊടുത്താൽ മാത്രമേ ജിംബ്രൂട്ടൻ നമ്മളെ യന്ത്രത്തിൽ കയറ്റുള്ളൂ. ഇപ്പോ കാര്യം പിടികിട്ടിട്ടുണ്ട് ജിമ്മി. കാർലോസ് വീണ്ടും ഇറങ്ങിയോ? ഇത് കാർലോസ് അല്ല, ജിംബ്രൂട്ടൻ വലിയ പഠിപ്പുള്ള ആളാ. ഹായ്. ദാ മുട്ട. ആ, വേഗം പോവാം. എന്നാലും ഈ ജിംബ്രൂട്ടൻ ആരാണ്? ആ, എന്തായാലും ചെന്ന് കാണാം. ശ്ശോ, ഈ മണ്ടൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണല്ലോ വരുന്നത്. പണി പാളുവോ? ഇനി എന്ത് ചെയ്യും? നോക്കാം. ഹാവൂ, അതാണെന്ന് തോന്നുന്നു ജിംബ്രൂട്ടൻ. ഹായ് ജിംബ്രൂട്ടൻ, ഞങ്ങൾ താങ്കളെ ഒന്ന് നേരിട്ട് കാണാൻ വന്നതാണ്. ഹായ് കോളിൻസ്, എന്താ ഇത്? ഇവരൊക്കെ ആരാ? എന്തിനാ ഇവരെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഇവരും എന്റെ കൂട്ടുകാരാണ്. ഇവരെയും രക്ഷപ്പെടുത്തണം. സാധ്യമല്ല. എല്ലാവരോടും വേഗം പോകാൻ പറയൂ. ഞങ്ങൾ പോകാം, പക്ഷേ അങ്ങയുടെ ഡിഗ്രി എന്താണെന്നാ പറഞ്ഞേ? BSc, FRC, ABC, SSLC. ഇതെന്ത് ഡിഗ്രി? അയ്യോ, പെട്ടു. ഈ ലോകം എങ്ങനെയാവും അവസാനിക്കുക മിസ്റ്റർ ജിംബ്രൂട്ടൻ? ഒരു വലിയ ഭൂകമ്പം വരും. അതിൽ ഈ ലോകം അവസാനിച്ചു പോകും. ആണോ? അപ്പോ താങ്കൾ എങ്ങനെ രക്ഷപ്പെടും? ഒരു യന്ത്രത്തില്. ശരി, പക്ഷേ എങ്ങോട്ട് രക്ഷപ്പെടും? ഈ ലോകം തന്നെ അവസാനിച്ചാൽ പിന്നെ ഈ യന്ത്രം എങ്ങോട്ടാ പോവുക? ശരിയാണല്ലോ, അത് ഞാൻ ആലോചിച്ചില്ല. സാർ, നമ്മൾ എങ്ങോട്ടാണ് രക്ഷപ്പെടുക? ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. എല്ലാവരും ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. സാറേ ജിംബ്രൂട്ടാ, അങ്ങനെ അങ്ങ് പോയാലോ? ആ, ദൈവമേ, വേഗം രക്ഷപ്പെട്ടേക്ക്. ജിമ്മി, പിടി അവനെ. ദാ കള്ള ജിംബ്രൂട്ടാ, നിക്കടാ. എന്നെ പറ്റിച്ചിട്ട് കടന്നുകളയാൻ നോക്കുന്നുണ്ട്. നിന്നെ ഞാനൊന്ന് ശരിയാക്കി തരാം. ആഹാ. ഇനിയൊന്നും ചെയ്യില്ലേ, ഇനിയൊന്നും ചെയ്യില്ലേ. കടന്നുകളയാ. ജൂലി, നീയോ? എന്നാലും നീ ഒരു ഫാൻസി ഡ്രസ്സിന് ശ്രമിച്ചു നോക്കിയതാ. അയ്യോ, കോളിൻസ് വന്ന് ജിംബ്രൂട്ടന്റെ ഡിഗ്രി പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇതിൽ എന്തോ ഒരു ചതി ഉണ്ടെന്ന്. ഞാനിതറിഞ്ഞില്ലല്ലോ. കോളിൻസ്, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നമ്മളെ ആർക്കും പെട്ടെന്ന് പറ്റിക്കാൻ കഴിയില്ല. കൂട്ടുകാരെ, എല്ലാവരും ശ്രദ്ധിക്കുക. വിദ്യയിലൂടെ നമുക്ക് അറിവ് സമ്പാദിക്കാം. അറിവിലൂടെ നമ്മൾ
കൂടുതൽ ബുദ്ധിശാലികളായി തീരും. അപ്പോ പിന്നെ നമ്മളെ വഞ്ചിക്കാൻ ആർക്കും പറ്റത്തില്ല. വളരെ ശരിയാണ്. കോളിൻസ്, എങ്ങോട്ടാണ് രാവിലെ തന്നെ? ഞാൻ സ്കൂളിൽ ചേരാൻ തീരുമാനിച്ചു. എനിക്ക് പഠിക്കണം. നല്ല കാര്യം കോളിൻസ്. പക്ഷേ കൂട്ടുകാരെ, വിദ്യ നേടുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിലൂടെ കിട്ടുന്ന അറിവും സമ്പാദ്യവും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനുള്ള മനസ്സും കൂടി സമ്പാദിക്കണം.